കാസർകോട്ടെ റെയിൽവേ യാത്രാ ക്ലേശത്തിന് പരിഹാരം കാണുവാൻ ജില്ലാ ഭരണകൂടത്തിന്റെ റെയിൽവേ മാസ്റ്റർ പ്ലാൻ 18 ട്രെയിനുകൾ കാസർകോട്ടേക്ക് നീട്ടണമെന്നും സൂപ്പർഫാസ്റ്റുകൾക്ക് സ്റ്റോപ്പ് അനുവദിക്കണമെന്നുമാണ് ആവശ്യം. ഇതു സംബന്ധിച്ച് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ പാലക്കാട് DRMന് നിർദ്ദേശങ്ങൾ സമർപ്പിച്ചു. കണ്ണൂരിലും മംഗലാപുരം സെൻട്രലിലും മംഗലാപുരം ജംഗ്ഷനിലും സർവീസ് അവസാനിപ്പിക്കുന്ന പ്രധാന ട്രെയിനുകൾ കാസർകോട്ടേക്ക് നീട്ടണമെന്നും നിർത്തലാക്കിയ പാസഞ്ചർ സർവീസുകൾ പുനഃസ്ഥാപിക്കണമെന്നും ജില്ലാ ഭരണകൂടം ആവശ്യപ്പെടുന്നു. കാസർഗോഡ് ജില്ല നിലവിൽ നേരിടുന്ന കടുത്ത യാത്രാക്ലേശങ്ങൾ സംബന്ധിച്ച് വിശദമായ റിപ്പോർട്ടാണ് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ പാലക്കാട് DRM മധുകർ റാവത്തർക്ക് നൽകിയത്. കണ്ണൂരിൽ സർവീസ് അവസാനിപ്പിക്കുന്ന ആലപ്പുഴ എക്സ്പ്രസ്, തിരുവനന്തപുരം ജനശതാബ്ദി, ഷൊർണൂർ മെമു, എറണാകുളം എക്സ്പ്രസ്, തൃശൂർ എക്സ്പ്രസ്, കോഴിക്കോട് പാസഞ്ചർ, പാലക്കാട് എക്സ്പ്രസ് തുടങ്ങിയവ കാസർഗോഡ് റെയിൽവേ സ്റ്റേഷൻ വരെ നീട്ടിയാൽ ലക്ഷക്കണക്കിന് യാത്രക്കാർക്ക് നേരിട്ട് ഗുണം ചെയ്യുമെന്ന് ജില്ലാ ഭരണകൂടം വിലയിരുത്തുന്നു. ജില്ലാ കളക്ടറുടെ സാന്നിധ്യത്തിൽ റെയിൽവേ ഉദ്യോഗസ്ഥർ, ജില്ലാതല ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്ത യോഗ തീരുമാനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പാലക്കാട് ഡിവിഷണൽ മാനേജർക്ക് ജില്ലാ കളക്ടർ റിപ്പോർട്ട് സമർപ്പിച്ചത്. ഏകദേശം ഒരു 18ഓളം ട്രെയിൻസ് അവിടെ വെച്ച് സ്റ്റോപ്പ് അത് എക്സ്റ്റെൻഡ് ചെയ്യാൻ നമ്മൾ പരിശോധിക്കാവുന്നതാണ്. അപ്പോൾ വേണമെങ്കിൽ കണ്ണൂർ വരെയുള്ള ട്രെയിന് കാസർഗോഡ് സൗകര്യങ്ങളില്ലെങ്കിൽ മാംഗ്ലൂർ വരെ എക്സ്റ്റെൻഡ് ചെയ്യാമെന്നുള്ളൊരു പ്രപ്പോസൽ നമ്മൾ വെച്ചു. അതേപോലെ തന്നെ മാംഗ്ലൂർ വരുന്ന ട്രെയിനുകൾ ഇപ്പോൾ കാസർഗോഡ് വരെ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ കണ്ണൂർ വരെ എക്സ്റ്റെൻഡ് ചെയ്യുക, ആ ഒരു പ്രപ്പോസലാണ് നമ്മൾ വെച്ചത്. തിരുവനന്തപുരം സെൻട്രൽ സൂപ്പർഫാസ്റ്റ്, എറണാകുളം ജംഗ്ഷൻ സൂപ്പർഫാസ്റ്റ്, കോയമ്പത്തൂർ ജംഗ്ഷൻ സൂപ്പർഫാസ്റ്റ് എന്നീ ട്രെയിനുകൾക്ക് അടിയന്തരമായി സ്റ്റോപ്പ് അനുവദിക്കണമെന്നും ആവശ്യപ്പെടുന്നു. റെയിൽവേ മാസ്റ്റർ പ്ലാൻ നടപ്പാക്കിയാൽ വടക്കൻ കേരളത്തിലേക്കുള്ള യാത്രാ ദുരിതം കുറക്കുന്നതിനൊപ്പം റെയിൽവേക്ക് വലിയ രീതിയിലുള്ള വരുമാന വർധനവും നേടാൻ സാധിക്കും. അമൃത ന്യൂസ്, കാസർഗോഡ്.